ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ചെമ്പനീർ പൂവ് അടിപൊളി എപ്പിസോഡാണ് വന്നിരിക്കുന്നത്. പൈസ കയ്യിൽ കിട്ടിയിട്ട് 53 ലക്ഷം രൂപ കയ്യിൽ കിട്ടിയിട്ട്, അതായത് നീലിമ 53 ലക്ഷം രൂപ റെഡി ക്യാഷായിട്ട് സുധിയുടെ കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടും അത് വീട്ടിൽ പറയാതെ ഒളിച്ച് കള്ളത്തരം കാണിക്കുന്ന ശ്രുതിയെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് വന്നിട്ട് അവരോട് സംസാരിച്ചിട്ട് വണ്ടി തിരിച്ചു കിട്ടിയതിൻ്റെ സന്തോഷത്തിലുള്ള സച്ചിയെ രേവതിയും കൂടി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. പൈസ കിട്ടിയിട്ട് പോലും അത് അച്ഛൻ്റെ പൈസയാണ്, അത് അച്ഛൻ്റെ പൈസ നഷ്ടപ്പെട്ട പൈസയാണ് തിരിച്ചു കിട്ടിയേക്കുന്നത്. അച്ഛൻ്റെ പൈസയും കൊണ്ട് നാട് വിട്ടവനാണ് ഞാനെന്ന ചിന്ത പോലും ഇല്ലാതെ ആ പൈസ കള്ളത്തരം കാണിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രുതിയെ പ്രേരിപ്പിക്കുന്ന ശ്രുതിയുടെ നെഗറ്റീവ് ക്യാരക്ടറും നമുക്കിതിൽ കാണാം. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത്. പക്ഷേ വീട്ടിലെത്തിയിട്ട് ശ്രുതിയുടെ അച്ഛൻ പൈസ തന്നു എന്നുള്ള രീതിയിലാണ് അവർ വീട്ടിൽ സംസാരിക്കുന്നത്. 25 ലക്ഷം രൂപയുടെ കാര്യം അവർ മിണ്ടുന്നില്ല. അപ്പോൾ വീട്ടിലെത്തിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അച്ഛൻ എങ്ങനെ പൈസ തരും, അദ്ദേഹം ജയിലിലല്ലേ ചോദിക്കുമ്പോൾ ഇളയച്ചൻ തന്നതാന്ന് പറയുന്നത്. പക്ഷേ ഇളയച്ചൻ എങ്ങനെ പൈസ തരും, അദ്ദേഹം ഉത്തരേന്ത്യയിലല്ലേ എന്ന് ചോദിക്കുന്ന സച്ചിയുടെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കുന്ന ശ്രുതിയെ നമുക്കിന്ന് കാണാം. അങ്ങനത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ചെമ്പനീർ പൂവിൽ വരുന്നത്. ഫുൾ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്, ഫുൾ കഥ എൻ്റെ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കയറിയിട്ട് ആ കഥയൊന്ന് കാണുക. അടിപൊളി എപ്പിസോഡായിട്ടാണ് ഇന്നത്തെ ചെമ്പനീർ പൂവ് വരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിൽ കയറിയിട്ട് കഥയൊന്ന് കാണുക. എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു.